ഹേ ഗൈസ്, നമ്മുടെ താലപ്പൊലി തകൃതിയായിട്ട് നടക്കണില്ല. ഞാൻ പോയിരുന്നു, നാനാജാതി മതസ്ഥരെ കൊണ്ട് നിറഞ്ഞു നിൽക്കണം. ഒരു ഹിന്ദു മതത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കല്ല നമ്മളെ താലപ്പൊലി. അപ്പോൾ മെയിൻ ആയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം എന്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആയിരുന്നു. ഒരുപാട് ട്രെയിനിങ്, ഒരുപാട് മീറ്റിങ്ങുകളെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിലെല്ലാം ഒരുപാട് വ്യക്തികളുടെ മുമ്പിൽ ഞാൻ ഫേസ് ചെയ്ത ഒരു ചോദ്യമാണ്, മിസ്സിന്റെ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രൗഡ്ലി ഐ സേ കൊടുങ്ങല്ലൂർ. പക്ഷെ അവർക്കെല്ലാം എടുത്തു ചോദിക്കാനുള്ളത് ഒരു കാര്യം മാത്രമാണ്, ആ തെരുപ്പാട്ട് നടക്കുന്ന നാടല്ലേന്ന്. ഒരുപാട് സുഹൃത്തുക്കളിൽ നിന്നും ഞാൻ ഈ ഒരു വിമർശനം കേൾക്കാനിടയായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത്, കൊടുങ്ങല്ലൂരുകാരി എന്നതിൽ ഭരണിപ്പാട്ട് കൊണ്ട് മാത്രം അറിയപ്പെടേണ്ട വ്യക്തികളല്ല. ഭരണി അതൊരു വിഭാഗത്തിന്റെ ആചാരമാണ്. അതിൽ വ്യക്തിപരമായിട്ട് കൈകൊടുത്താൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കെടുക്കുന്ന, ഒരുപാട് വ്യക്തികളുടെ പാദങ്ങൾ പതിഞ്ഞ, ഒരുപാട് ബിസിനസ്സുകാരെ കൈപിടിച്ചുയർത്തിയ ഒരു നാടാണ് കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂരാണ്. കേരളത്തിൽ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി. കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയെ ഭദ്രകാളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ ആരാധനാലയമായ സെന്റ് തോമസ് പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂരിലാണ്. പൗരാണിക കാലത്തെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമായിരുന്നു മുസ്ലിസ് എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിലെ ഈ മഹാപ്രതാപം 1341 മഹാദുരന്തമായ പ്രളയത്തോടുകൂടി ഇല്ലാതാവുകയും ചെയ്തു. കൊടുങ്ങല്ലൂരിനെ അറബികൾ വിശേഷിപ്പിച്ച് വിളിച്ചിരുന്നത് മുസ്ലിസ് എന്നും തുടർന്ന് കൊടുങ്ങല്ലൂർ, മുജിരി, ക്രാങ്കന്നൂർ എന്നിങ്ങനെ പേരിലും അറിയപ്പെട്ടിരുന്നു. നാനാജാതി മതസ്ഥരാൽ ഐക്യത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ഇന്നും നിലനിന്നു പോകുന്ന ഒരു നാടാണ് എന്റെ സ്വന്തം കൊടുങ്ങല്ലൂർ. ചെറുതും വലുതുമായ ഒരുപാട് കലാകാരന്മാരെയും പ്രതിഭകളെയും നമ്മുടെ കൊടുങ്ങല്ലൂരിൽ ഇന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നൗ ഐ ക്യാൻ ടു സേ പ്രൗഡ്ലി, ആം എ കൊടുങ്ങല്ലൂർക്കാരി.